മക്കളെ, ഇന്ന് നമ്മൾ ബയാ ഹമാരി ചിടിയാ റാണി എന്ന കവിതയിലെ സമാനാർത്ഥക ശബ്ദം വെച്ചിട്ട് സെന്റൻസ് ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ ജീവോങ്കോ ജീനേദോ എന്ന ലേഖനവുമാണ് നോക്കുന്നത്. ജീവോങ്കോ ജീനേദോ എന്ന പേരിൽ നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കും? ലേഖനം എഴുതാൻ ചോദിക്കും. നിർബന്ധമായിട്ടും ആ ഒരു ലേഖനം നിങ്ങൾ പഠിച്ചു വെക്കുക. ഓക്കെ, ഇവിടെ പക്ഷി അതിൻ്റെ സമാനാർത്ഥം എന്താണ്? ചിടിയ എന്നാണ്. അതുപോലെ തന്നെ ജൽ എന്നതിൻ്റെ സമാനാർത്ഥമാണ് പാനി. പങ്കിൻ്റെ അതേ അർത്ഥം വരുന്നത് പർ. ടഹനി ഡാലി രണ്ടും ചില്ല, മരച്ചില്ല എന്നാണ് അർത്ഥം വരുന്നത്. അപ്പം നമുക്ക് സെന്റൻസ് നോക്കാം. ഹർ പക്ഷി കാ അപ്നാ രഹൻ സഹൻ ഹേ. ഇനി പക്ഷിക്ക് പകരം ചിടിയ ചേർത്തിട്ട് ആ സെന്റൻസ് അതുപോലെ തന്നെ എഴുതാം. ഹർ ചിടിയ കാ അപ്നാ രഹൻ സഹൻ ഹേ. അടുത്തത് ജൽ ജീവൻ കാ ആധാർ ഹേ എന്നാണ്. ജൽ എന്നതിന് പകരം പാനി ചേർത്തിട്ട് ആ സെന്റൻസ് അതുപോലെ എഴുതാം. പാനി ജീവൻ കാ ആധാർ ഹേ. ഇനി പങ്കാണ്. പങ്ക് കെ ബിന ഉടന അസംഭവ് ഹേ. പങ്കിന് പകരം പർ എന്ന് ചേർക്കുക. പർ കെ ബിന ഉടന അസംഭവ് ഹേ. അടുത്തത് പേട് കി സബ്സെ ഊഞ്ചി ടഹനി പത്തലി ഹേ. ടഹനിക്ക് പകരം ഡാലി എന്ന് ചേർത്തിട്ട് സെന്റൻസ് എഴുതുക. പേട് കി സബ്സെ ഊഞ്ചി ഡാലി പത്തലി ഹേ. മനസ്സിലായോ? ഇവിടെ ടഹനി എന്ന് വന്ന സ്ഥാനത്ത് തന്നെ ഡാലി ചേർക്കുക. പങ്ക് എന്ന് വന്ന സ്ഥാനത്ത് തന്നെ പർ ചേർക്കുക. ജലിൻ്റെ അതേ സ്ഥാനത്ത് പാനി ചേർക്കുക. പക്ഷിയുടെ അതേ സ്ഥാനത്ത് ചിടിയ ചേർക്കുക. അത്ര മാത്രമേ ചെയ്യേണ്ടതുള്ളൂ. ഒരു മാർക്കാണ് നിങ്ങൾക്ക്. ഒന്ന് ചോദിക്കുകയാണെങ്കിൽ 1 മാർക്കാണ്. 2 ചോദിച്ചാൽ 2 മാർക്കാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നൊന്ന് പഠിച്ചു വെക്കുക. ഇനി നമുക്ക് ലേഖനം നോക്കാം. जीवों को जीने दो. सभी जीव जंतु इस धरती के हकदार है. എല്ലാ ജീവജാലങ്ങളും ഭൂമിയിലെ അവകാശികളാണ്. പ്രകൃതി സെ ഉനക്ക അട്ടൂട്ട് സംബന്ധ ഹെ. പ്രകൃതിയുമായിട്ട് അവയ്ക്ക് ദൃഢമായ പൊട്ടാത്ത ബന്ധമാണുള്ളത്. ബാരിഷ് കെ ബാദ് കഹാനി മേ ഗുഡ്ഡു और गुड्डली मनोरंजन के लिए प्राणियों को परेशान करके गेलते हैं. ബാരിഷ് കെ ബാദ് എന്ന കഹാനിയിൽ ഗുഡ്ഡുവും ഗുഡലിയും അവരുടെ ഒരു മനോരഞ്ജനയുടെ മനസ്സിൻ്റെ സന്തോഷത്തിന് വേണ്ടിയിട്ട് അവർ ജീവജാലങ്ങളെ, പ്രാണികളെ ബുദ്ധിമുട്ടിച്ച് കളിക്കുന്നു. ഏ സഹി നഹി ഹെ. ഇത് ശരിയല്ല. ഹർ ജീവ का अपना रहन सहन है. बया हमारी चिड़िया रानी कविता में बच्चे चिड़िया को चारा, पानी और नन्ही चिड़ियों को निगरानी का वादा करते हैं. बया हमारी चिड़िया रानी എന്ന കവിതയിൽ കുട്ടികൾ പക്ഷികൾക്ക് ചാരാ, പാനി ഭക്ഷണവും വെള്ളവും അതുപോലെ തന്നെ കുട്ടികളുടെ മേൽനോട്ടവുമൊക്കെ വാഗ്ദാനം ചെയ്യുന്നു. ഏ സിർഫ് ഉനക്ക കൗതൂഹൽ ഹെ. ഇത് ആ കുട്ടികളുടെ ഒരു കൗതൂഹലമാണ്. ലേക്കിൻ ഹമേ യഹ് समझना चाहिए कि चारा पानी तलाशने का प्राणियों का अपना तैर तरीका होता है. പക്ഷേ നമ്മൾ ഇത് അറിഞ്ഞിരിക്കണം. ഭക്ഷണവും അതുപോലെ തന്നെ വെള്ളവും ഒക്കെ അന്വേഷിക്കുക എന്നത് ജീവജാലങ്ങളുടെ അവരുടേതായിട്ടുള്ള രീതിയാണ്. അവരുടെ ആ ഭക്ഷണം തേടിപ്പിടിക്കുന്നത് അവർ തന്നെ ചെയ്യും. ആ പ്രാണി അപ്പനെ ബച്ചോങ്കി നിഗരാണി ഗുദ് കർ സക്തി. അതുപോലെ തന്നെ ഓരോ ജീവികളും തൻ്റെ കുട്ടികളുടെ മേൽനോട്ടം അവർ സ്വയം ചെയ്യും. ബച്ചേ കഹത്തെ ഹെ കി നന്നി ചിടിയാക്കെ ഉഡ് ജാനേ സേ ഹം അമ്മ ചിടിയാക്കെ സാത്ത് രഹേക്കെ. കുട്ടികൾ പറയുന്നുണ്ട്, നന്നി ചിടിയ പറന്നു പോയതിനു ശേഷം അമ്മ പക്ഷിക്കൊപ്പം ഞങ്ങൾ താമസിക്കുമെന്ന്. ലേക്കിൻ പങ്ക് നികൽനെ പർ ഉഡ് ജാന ചിടിയോങ്കി സഹജ വൃത്തി ഹെ. എന്നാൽ ചിറക് മുളച്ചതിന് ശേഷം പറന്നു പോവുക എന്നത് പക്ഷികളുടെ സഹജവൃത്തിയാണ്. ഉസ്മേം ദുഃഖി ഹോനേക്ക് കോയി ബാത്ത് നഹി. പക്ഷെ അതിൽ ദുഃഖിക്കേണ്ട യാതൊരു കാര്യവുമില്ല. യേ സബ് ഹോത്തെ ഹുയേ ബി ആജ് കൽ കുച്ച് ആവശ്യക സന്ദർഭോ മേ ഹമേ പ്രാണിയോ കി മദത് കർണി ഹോത്തി ഹെ. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും ഈ കാലത്ത് നമ്മൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സമയങ്ങളിൽ നമ്മൾ അവരെ എന്ത് ചെയ്യണം? സഹായിക്കണം. ജൈസെ ഉദാഹരണമായിട്ട് സൂക്കേമേ പാനി ദേന വരൾച്ചയിൽ അവർക്ക് വെള്ളം നൽകുക, ഗത്തരേമേ മദത് കർണ ആപത്തിൽ സഹായിക്കുക മുതലായവയാണ് നമ്മൾ അവർക്ക് വേണ്ടി ചെയ്തു കൊടുക്കേണ്ടത്. മാനവ് കാ ദായിത്വ ഹേ ധർത്തി കെ സബി ജീവ ജന്തുവോ കോ അപ്പനി സിന്ദഗി ജീനെ ദേന. മനുഷ്യന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളെയും അവരവരുടേതായിട്ടുള്ള ജീവിതത്തിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എന്നതാണ്. ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ് ഉള്ളത്. ക്ലാസ് എല്ലാവരും ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും അറിയിക്കുക. ഓക്കെ.